ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ നോമ്പുതറ വ്ളോഗാട്ടാ. എൻ്റെ മമ്മാൻ്റെ അവിടുത്തെ നോമ്പുതറാണ്. രണ്ടാമത്തെ നോമ്പിനായിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. നോമ്പ് 9-നാണ്. ഞാൻ ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞ് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അന്വർക്ക അമ്മമാരുടെ അടുത്ത് കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സുള്ളതുകൊണ്ട് ഒരു ടൈമിൽ അന്വർക്കൊക്കെ കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തലേന്ന് തന്നെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്താഴം അതുകൊണ്ട് രണ്ടാമത്തെ നോമ്പിൻ്റെ മമ്മാൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അത്താഴമൊക്കെ കഴിക്കണതിൻ്റെ ഇടയിൽ അത് എണീച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ബൂസ്റ്റ് കൊടുത്തു. അവൻ അത് കുടിച്ച് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിക്കൊള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത് രാവിലായി ഗൈസ്. രാവിലായി അത് നടക്കുന്നുണ്ടല്ലേ. മുത്തൂസ് രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി. മാമാനെ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. ആരിനെയും വിട്ടിട്ടില്ല, എല്ലാവരിനെയും എടുത്തിട്ടുണ്ട്. എൻ്റെ നിന്നിട്ട് അവിടെ വന്നിട്ട് കുറേ താത്താർ വീഡിയോ എടുക്കലിലേക്ക് ചോദിച്ചു. പിന്നെ കുറേ പേര് എൻ്റെ മുഖം എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എല്ലാവരുടെയും വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവർ രണ്ടുപേരും ബോൾ വയറ്റി വെച്ച് കളിക്കുകയാണ്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഉമ്മ വൈകുന്നേരമായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂത്തുമ്മ ഇവിടെ അല്ല, മൂത്തുമ്മ തമിഴ്നാട്ടിലാണ്. ഇവിടെ നോമ്പ് തുറയുള്ളതുകൊണ്ട് അടുത്ത വീട്ടിൽ താത്താരൊക്കെ, അടുത്ത വീട്ടിലെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഫുൾ ഫാമിലി ആണല്ലോ. അപ്പോൾ അവരെല്ലാവരും വന്ന് ഉള്ളിയും എല്ലാം തുളിക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, ഒരു പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടുതലുണ്ട്. ഞാനിവിടെ മാത്രം അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ, വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അതുവിന് ടാബൊക്കെ വെച്ച് കൊടുത്താൽ എനിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ. അവനിപ്പോൾ പത്തിരിൻ്റെയും ചിക്കൻ കറിൻ്റെയും ഫാനാണ്. അങ്ങനെ ഷിബിലി ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇസാനും കൂടെ കറി കയറിയിരിക്കുകയായിരുന്നു. അതിന് ഉറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 12:30 ഉറക്കാൻ വേണ്ടി കേട്ടോ വന്നാട്ടാ. അവിടെ ഇതൊക്കെ എന്താ ചെയ്യണേ നോക്കാം നമുക്ക്. ആദ്യം ഉറക്കാൻ കയറിയാണെങ്കിൽ ഞാൻ ഇടയിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് കുറച്ച് നേരം. അപ്പോഴേക്കും ആദ്യമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിൽ പോയി. ഇത്തവണ ഞാനൊരു പണിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട് ഉമ്മമാൻ്റെ അവിടെ. പിന്നെ ഒരു സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സമൂസയ്ക്കുള്ള മസാല. കടലയും ചിക്കനും ഉണ്ട്, പക്ഷെ കടല കൂടിപ്പോയി. പിന്നെ അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. കറിയും പിന്നെ സമൂസയും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഓർഡറാണ്. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ കുറേ പേരുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ 200 സമൂസകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പാടെ കൂടിയിട്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും എണീച്ചപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു. സെഹൽത്താത്തയും പിന്നെ മാജിയൊക്കെ ലാസ്റ്റ് വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഇടയിൽ വന്ന് മുങ്ങി. അങ്ങനെ അതും എണീച്ച് അവൻ എൻ്റെ മേലെ കിടക്കുമായിരുന്നു കേട്ടോ. അവൻ കുറച്ച് നേരം ഉറക്ക ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴേക്കും സമൂസകളൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാൻ തുടങ്ങിയിട്ട് അതും എണീച്ച് പോയി. അതുവിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അതും ഇവിടെ നോക്കി എന്തോ ഒരു കുപ്പിയാണ് വന്നിക്കണത്. അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടാണ്. അത് കഴിഞ്ഞത് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം ഓർഡർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉമ്മക്ക് പണിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രേ ഉമ്മ വൈകിട്ട് വരാമെന്ന് പ്ലാൻ ആക്കിയത്. അങ്ങനെ എൻ്റെ ഉമ്മ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊറോട്ടയും വന്നപ്പോൾ അത് പൊറോട്ട വേണം പറഞ്ഞിട്ട് തൊള്ളയിടാണ്. അതിലെന്താ അത് പൊറോട്ടയാണ്. ആ പൊറോട്ടയല്ല, പത്തിരി. അത്രേ
അത് പൊറോട്ടയാണ് ശിവലി. ഒന്ന് ഒരു പൊറോട്ട കൊടുക്കുമ്പോ അതിന് ഇവളൊരു ഉച്ചവരെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് അവൾക്ക് തലവേദന ഇളക്കിയിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കാൻ മാത്രമാണ് ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇവള് വൃത്തിയാക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഇസാനുക്കുട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതവളായിരുന്നു എന്നെ വീടെടുക്കാൻ ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചേർന്ന് നടക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വൈകി വന്നുകൊണ്ട് ബാക്കി പണിയെടുക്കേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി ഉമ്മാനെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിലൊന്നുമില്ല, ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഷോയിൽ മാത്രം വന്നിട്ടേ ഉള്ളൂ ഗൈസ്. റമദാൻ നോമ്പുതൊറ വീഡിയോ. എന്താ മുത്തൂസിന്റെ ഓർമ്മകള് നോമ്പോറന്റെ? പറയ്. പണ്ട് മുത്തൂസ് പള്ളിക്കൊക്കെ പോവായിരുന്നില്ലേ നോമ്പറക്കാന്? ഇല്ലേ, ആരും അറിയില്ല. പണ്ട് കാലത്ത് പറയ്. പണ്ട് കാലത്ത് നാട്ടിലേക്ക് പള്ളിയിൽ വേറൊന്നുമില്ല. ഞാൻ പോയിട്ട് പുസ്തകം വരെ പഠിച്ചിട്ട് വാങ്ങോട്ട് ബിസ്ക്കറ്റ് വരും. ഇപ്പം മൊക്കിലിരിക്കുക, അത്രയേ ഉള്ളൂ. മൊക്കി കിടത്തത് അത്രയേ ഉള്ളൂ പറയാം. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരുടെ പ്രൈവസി മനസ്സിന് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുഖം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിൻ്റെ അജാടയിൽ നിന്ന് കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പറയാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും മുത്തൂസും കൂടെ ഉള്ളിലിരുന്നിട്ടാണ് നോമ്പ് തുറന്നത്. ഇതാണ് നമ്മുടെ സബാനാൻ്റെ ഗ്യാങ്. സബാനാൻ്റെ ഒരു വലിയ ഗ്യാങ് ആട്ടത്. ഇവർ ചെറുപ്പം മുതലേ ഒപ്പം കളിച്ച് വളർന്ന പിള്ളേരൊക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു മടി കാണിച്ച സമയത്തായിരുന്നു ഇവരെൻ്റെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ വെറുതെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ കുറച്ച് നേരം ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് അവരൊക്കെ ആയിരുന്നു കേട്ടോ. അവരൊക്കെ വിളമ്പിയിട്ട് വേണമെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഞാൻ ഉള്ളിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഉമ്മയും അസീബും അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പോകുന്ന ദൃശ്യമാണ് ഗൈസ്. അങ്ങനെ അവർ പോയി. ഞാനൊരു ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്, എൻ്റെ വീട്ടിലേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദുവിൻ്റെ ഒരു ജീരക മുട്ടായി അസീബിൻ്റെ വണ്ടി വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അതവനക്ക് ഓർമ്മ വന്നപ്പോൾ ആ ജീരക മുട്ടായി എടുത്ത് തിന്നുന്ന വീഡിയോസ് ആട്ടാ. പിന്നെ നമ്മുടെ മാമ വന്നപ്പോൾ മുട്ടായും ലേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള അടിപിടിയൊക്കെയാണ് അവിടെ കാണുന്നത്. അടിപിടിയൊന്നുമില്ല, ചെറുതായി. മമ്മ കഴിച്ചിട്ട് അവർക്ക് മമ്മ കഴിക്കട്ടെ. ലേസ് മമ്മ കഴിച്ചിട്ടില്ലേ? മമ്മ കഴിക്കും. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടാ. ഇന്ന് ഞാനും പിന്നെ എൻ്റെ മൂത്തുമ്മാൻ്റെ മോളുണ്ട്, അവൾ തമിഴ്നാട്ടിലേക്കും എൻ്റെ മൂത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. അവളുടെ വീട്ടിലേക്ക് അങ്ങനെ എൻ്റെ ശിബിലി കൊണ്ടാക്കി തന്ന് ഞാൻ എൻ്റെ വീടെത്തി ഗൈസ്. ഞാൻ ശരിക്കും കാടൂർക്ക് പോകാമെന്നാണ് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പുതിയ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.